റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന് സംശയം. വനാതിർത്തികളിലെ വീടുകളിൽ മോഷണം പതിവെന്ന് നാട്ടുകാർ. ഗ്രൂഡിക്കൽ, വടശ്ശേരിക്കര വനാതിർത്തി മേഖലകളിലെ വീടുകളിലാണ് മോഷണം വ്യാപകമാകുന്നത്. ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് വ്യാപകമായി ഇവിടെ നിന്ന് മോഷണം പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മൃഗവേട്ട സംഘമാണ് എന്നാണ് വനം വകുപ്പിന്റെ സംശയം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയാണ്. ഇവിടെയാണ് ഒരു വർഷത്തോളമായി തുടർച്ചയായി വീടുകളിൽ മോഷണം നടക്കുന്നത്. പകൽ സമയത്തെത്തുന്ന കള്ളന്മാർ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് ഭക്ഷ്യവസ്തുക്കളും വീട്ടിലെ ആയുധങ്ങളുമാണ് കൊണ്ടുപോകുന്നത്. മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നത്. വീടിന്റെ വാതിൽ ഉൾപ്പെടെ തകർത്തായിരുന്നു മോഷണം. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഒരു ജനൽ വെട്ടിപ്പൊട്ടിച്ചിട്ട് അവിടെ ഇറങ്ങി ടൈപ്പേശിക്കകത്ത് 10,000 രൂപ എടുത്ത് അടുക്കളയ്ക്കകത്തുണ്ട് നമ്മുടെ വീട്ടിൽ വീടുന്ന അരി സാധനങ്ങൾ, സർവ്വ സാധനങ്ങളും എല്ലാം എടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേഖല ഒരു 100 മീറ്റർ മേലോട്ട് കയറി വനമാണ്. വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയേക്കുന്നത് നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു. മോഷണം തുടർക്കഥയാകുമ്പോൾ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിലും വനംവകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയില്ല. മോഷണത്തിന് പിന്നിൽ മൃഗവേട്ടക്കാരാണെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പരിശോധനകളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മോഷണ സംഘത്തെക്കുറിച്ചുള്ള തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. 24 പത്തനംതിട്ട.